കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സംയുക്ത നാമങ്ങളെക്കുറിച്ചുള്ള വിശദമേറിയ പഠനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പുതിയൊരു ദൈവവചന ചിന്തയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ വളരെ വലിയതായൊരു അത്ഭുതമാണ് നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന പോലെ എല്ലാ സുവിശേഷങ്ങളിലും സുവിശേഷ എഴുത്തുകാർ ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ എഴുത്തുകാരും വ്യത്യസ്ത രീതിയിലാണ് ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തത്. നാം അതെല്ലാം കൂടെ പരിഗണിച്ചാണ് ഇന്ന് ഈ ഭാഗത്ത് നിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അനന്തരം യേശു തിബിരിയസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. മറ്റ് സുവിശേഷങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നമുക്കൊരു നിർജ്ജന പ്രദേശത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് സുവിശേഷങ്ങളിൽ ഈ ഒരു സംഭവത്തിൻ്റെ സമയം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു വൈകുന്നേരം ആയിരുന്നു. ഒരു പകലിൻ്റെ വളരെ ക്രിയാത്മകമായ മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം സന്ധ്യയിലേക്ക് ആളുകൾ മയങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഈ പുരുഷാരം യേശുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. ഒരു കാര്യം ഈ വേദഭാഗങ്ങളിൽ തന്നെ വളരെയധികം സ്പർശിച്ചതായിട്ടുണ്ട്. ഈ ആളുകൾ ആരും തന്നെ അവരുടെ സമയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അവരുടെ മറ്റൊരു കാര്യത്തിനോ തൊഴിലിനോ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ യേശുവിൽ നിന്നുള്ള ആ നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കുവാനും യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ട് അവനെ മഹത്വപ്പെടുത്തുവാനും ആളുകൾ തിക്കിത്തിരക്കി ഓടിവരികയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തെ മാനിക്കുന്ന ഒരു ജനവിഭാഗം. ഇന്നും അങ്ങനെയാണ്. ദൈവത്തെ ആര് മാനിക്കുന്നുവോ ദൈവം അവരെയും മാനിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ആളുകളെല്ലാം കടന്നു വന്നത് ഒരു നിർജ്ജനമായ പ്രദേശത്താണ്. അവിടെ ആൾതാമസമില്ല. അടുത്തുള്ള ഉരുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ദൂരെയുള്ള ഉരുക്കളാണ്. ഭക്ഷണം കൈക്കൊള്ളുവാൻ അവർക്ക് കഴിയാവുന്ന ഒരു തരത്തിലുള്ള അവസ്ഥയിലല്ല അവർ ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് അവിടെ സംജാതമായിരിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോൾ, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്ധ്യകളിൽ ആർക്കും സഹായിപ്പാൻ കഴിയാത്തതായ അവസ്ഥകൾ, നിർജ്ജനമായ സ്ഥലം എന്നതുപോലെ തന്നെ നമ്മെ സഹായിപ്പാൻ ആളുകൾ ഇല്ലാത്തതായ അവസ്ഥകൾ കടന്നു വരുമ്പോൾ, എല്ലാവരും നമ്മെ കൈവിട്ടു എന്ന് കരുതുന്ന സ്ഥാനത്ത് യേശു നമ്മളോട് എങ്ങനെയാണ് ഇടപെടുന്നത്? എന്നെ വളരെ ചിന്തിപ്പിച്ചതായ വാക്യമാണ് ഞാൻ ഇന്നിവിടെ വായിച്ചത്. 5-ാം വാക്യം. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നല്ലോ ഫിലിപ്പോസിനോട് യേശു ഇപ്രകാരം പറഞ്ഞു, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. യേശുവിൻ്റെ ചോദ്യം വളരെ രസകരമായൊരു കാര്യമാണ്. വാസ്തവത്തിൽ മറ്റ് വേദഭാഗങ്ങളിൽ യേശു ഈ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ യേശു മനസ്സലിച്ചതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും യേശു ആ മനസ്സലിവിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് മാത്രമല്ല, ശിഷ്യന്മാർക്ക് ഉണ്ടാകാവുന്ന ഒരു കൺസേൺ യേശു അവരോട് തന്നെ ഷെയർ ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിലും ധാരാളം കൺസേണുകളുണ്ട്. നമ്മുടെ വീടിനെക്കുറിച്ചുള്ള കൺസേൺ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കൺസേൺ, നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ ശുശ്രൂഷകളെക്കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, ഇങ്ങനെ ധാരാളം കൺസേണുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇവിടെ യേശു തന്നെ ഒരു കൺസേൺ ഈ ആളുകൾക്ക് കൊടുക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, യേശുവോടൊപ്പമുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കൺസേണുകൾ, എന്ത് ഉത്കണ്ഠകൾ ഉണ്ടായാൽ പോലും എന്നെയും നിങ്ങളെ അറിയുന്നതായ ഒരു യേശു ആണ് നിങ്ങളോട് കൂടെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ഫിലിപ്പോസിനോട് യേശു പറയുന്നത്. ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്ന് നാം അപ്പം വാങ്ങും? അടുത്ത വാക്യത്തിൽ, 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. എങ്ങനെയാണ് അവൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? യേശു അവനെ പരീക്ഷിക്കുക. മാത്രമല്ല, അവിടെ വ്യക്തമായി യോഹന്നാൻ എഴുതിയിരിക്കുന്നു, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു.
ഈ യോഹന്നാൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ മറുവോട് ചേർന്നിരുന്ന ഒരു അപ്പോസ്തലനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഹൃദയത്തിലുള്ള വിചാരം എന്താണെന്ന് വ്യക്തമായ ഒരു ബോധ്യം ഈ യോഹന്നാനുണ്ട്. അതുകൊണ്ട് തന്നെ താൻ പറയുകയാണ്, താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം യേശുവിന് അറിയാമായിരുന്നു. പക്ഷേ യേശു ഫിലിപ്പോസിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അവനെ പരീക്ഷിക്കുവാനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ഇതുപോലെ നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ദോഷത്തിനല്ല, മറിച്ച് നമ്മുടെ നന്മയ്ക്ക്. നമ്മുടെ വിശ്വാസം എത്രത്തോളം വളർന്നിട്ടുണ്ട്, ആത്മീയമായി നമ്മൾ എത്രത്തോളം ഔന്നത്യത്തിലേക്ക് എത്തിയെന്ന് യേശു അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കേവലം യേശു അറിയുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം വിശ്വാസത്തിൽ വളർന്നു എന്നുള്ളത്. ദൈവത്തിന് നമ്മുടെ വിശ്വാസത്തിന് അളവ് അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോഴും ദൈവം ഉദ്ദേശിച്ചത് അബ്രഹാമിന് ബോധ്യമാകണം തൻ്റെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അബ്രഹാമിന് തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്. കാരണം അവൻ തൻ്റെ മകനെ അർപ്പിക്കുവാൻ മടിക്കായ കൊണ്ട്. ഇവിടെ ഈ ഫിലിപ്പോസിനോട് ദൈവം പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞ മറുപടി എന്താ? ഫിലിപ്പോസ് പറയുന്നു, ഓരോരുത്തന് അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതായത് അവരുടെ കയ്യിലുള്ള പണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഈ ഫിലിപ്പോസിനുണ്ട്. നമുക്കറിയാം യൂദയാണ് ആ ശിഷ്യഗണത്തിൻ്റെ ട്രഷറർ എന്ന് പറയുന്നത്. പക്ഷേ ഫിലിപ്പോസിനും നല്ലോണം അറിയാം എത്ര പണം കയ്യിലുണ്ട് എന്നുള്ളത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഒരുപക്ഷെ ഫിലിപ്പോസ് ആയിരിക്കാം ഈ യേശുവിൻ്റെ ടീമിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം യേശു അവനോട് ചോദിക്കുന്നത്, നാം എവിടെ നിന്ന് ഈ പുരുഷാരത്തിന് അപ്പം വാങ്ങിക്കൊടുക്കും? ഫിലിപ്പോസ് പറയുന്നു, 200 പണത്തിന് മതിയാവുകയില്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ആവശ്യം വേണ്ടതായ പണവും അതുപോലെ ഭക്ഷണ സാമഗ്രികളും കൊടുത്ത ആളുകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെയാണ് ആ ശിഷ്യഗണങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ മനസ്സിലാക്കുന്നു, ഞങ്ങൾ കടന്നു വന്നതായ ഈ ആവശ്യത്തിന് ഞങ്ങളുടെ കയ്യിലുള്ള പണം തികയുകയില്ല. ഞാൻ ഈ അത്ഭുതത്തെക്കുറിച്ച് പറയാനല്ല ഇന്ന് ഈ സന്ദേശം എടുക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതായ ചില വൈഷമ്യ ഘട്ടങ്ങൾ, അതിൻ്റെ നടുവിൽ നമ്മൾ എപ്രകാരമായിരിക്കണം, നമുക്കും യേശുവുമായിട്ടുള്ള ബന്ധം അതിൻ്റെ നടുവിൽ എങ്ങനെയായിരിക്കണമെന്ന് സൂചിപ്പിക്കുവാനാണ്. അപ്പോൾ നോക്കിക്കേ, യേശു നമ്മുടെ പ്രശ്നങ്ങളുടെ മേലെല്ലാം അധികാരമുള്ളവനാണ്. അവൻ നമ്മുടെ സകല പ്രശ്നങ്ങളുടെ മേലും നിയന്ത്രണമുള്ളവനാണ്. ഒരു മീൻ പോലും കിട്ടാത്ത കടലിൽ പോലും അവൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന് നിയന്ത്രണമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരു നന്മ കാണുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളൊരു വഴി കാണുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയന്ത്രണം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുകയും ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്ന ആളുകൾക്കുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും നമ്മൾ നോക്കും. അവർക്കുള്ള ആഹാരം, അവർക്ക് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതെല്ലാം നോക്കിയ. പക്ഷേ യേശു ഇതൊന്നും നോക്കിയല്ല ഈ ആളുകളെ തങ്കിലേക്ക് കൊണ്ടുവരുന്നത്. മറിച്ച് യേശുവിന് ഒരു കാര്യം അറിയാം, ഇവർക്കെല്ലാവർക്കും ഞാൻ മതിയായവനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളെ വിളിച്ചെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അവൻ മതിയായവനാണെന്നുള്ള സന്ദേശം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് യേശുവോട് പറയുകയാണ്, യേശുവെ 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങുവാൻ മതിയാകത്തില്ല. ഞാൻ ചിന്തിക്കുന്നു, വലിയൊരു ഡിസ്കഷൻ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ നടന്നു. അതുകൊണ്ട് തന്നെ അന്ത്രയോസ് എന്ന ശിഷ്യൻ താൻ സ്വമേധയാ ഒരു അന്വേഷണം നടത്തി. ആരുടെ കയ്യിലെങ്കിലും അപ്പമോ മറ്റെന്തെങ്കിലും ധാന്യങ്ങളോ ഉണ്ടോ എന്ന് തിരക്കി. അപ്പോൾ അവൻ കണ്ടുപിടിച്ചു, അവൻ്റെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. യേശുവിനോട് ഈ കാര്യം അന്ത്രയോസ് പറയുക. അപ്പോൾ യേശു പറയുന്നു, ആളുകളെ ഇരുത്തുവിൻ, മതിയായവനായ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങിയ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. നമ്മൾ നമ്മളുടേതായിട്ടുള്ള റിസോഴ്സസിൽ, വിഭവങ്ങളിൽ നമ്മൾ പൂർണ്ണ തൃപ്തരാണെങ്കിൽ, അവയാലുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം പ്രത്യേകിച്ച് അവിടെ പ്രവർത്തിക്കുകയില്ല. അതേസമയം തന്നെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് പരിമിതമാണെന്നും എനിക്ക് കർത്താവിൻ്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ള ആ ഒരു ചിന്തയിലും വിശ്വാസത്തിലും നിങ്ങളായിരിക്കുന്നെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കരുതൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഇത് സംഭവ്യമാണ്.
കർത്താവ് നിങ്ങൾക്ക് മതിയാവനാണ്. യേശുവിനെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ, അവൻ്റെ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, അവനെ നിങ്ങളുടെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്നെങ്കിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിങ്ങൾക്ക് നയിപ്പാൻ കഴിയും. നമ്മളവിടെ വായിക്കുന്നുണ്ട് അവസാനമായിട്ട് ഈ 5 അപ്പത്തെയും 2 മീനെയും ശിഷ്യന്മാർ പറയുന്നത് തികയത്തില്ല എന്ന് പറയുന്നതായ ഈ ആഹാരത്തെ സ്വർഗത്തിലേക്ക് നോക്കി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ശിഷ്യന്മാർക്ക് അവൻ കൊടുത്തപ്പോൾ 5000-ലധികം പേര് അന്ന് സദ്യ കഴിച്ചു. 50 പേര് വീതമുള്ള വരികളായിട്ടാണ് ഇരുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു 100 വരികൾ അപ്രകാരം ഇരുന്നു. അപ്പോൾ 5000-ഓളം പേര് അന്ന് അവിടെ ആഹാരം ഭക്ഷിച്ച് ശേഷം 12 കൊട്ട നിറച്ചെടുത്തു. ദൈവപ്രവൃത്തി അങ്ങനെയാണ്. അമർത്തിക്കുലുക്കി വലിയൊരു മടങ്ങ് അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ തരും. അതെ, യേശു ജീവിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടേവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശു മതിയായവനാണെന്നുള്ള ആ ഒരു സന്ദേശം കേൾക്കുവാൻ തക്കണം ഇടയായി തീർന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള ധാരാളം പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും കടന്നു പോകുന്നവരാണ്. ധാരാളം കൺസേൺസുകൾ ഉള്ളവരായ ആളുകളാണ് എന്നെ കേൾക്കുന്നവർ. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നല്ലോ യേശു മതിയായവനാണെന്ന്. കർത്താവെ, ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇന്നത്തെ സന്ദേശം അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. കൂടുതൽ വചനപഠനത്തിനും പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. God bless you all. Have a nice day.